എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, രക്തത്താലുമല്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ദൈവം വെച്ചിരിക്കുന്ന വാതിൽ വിനയത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വാതിലാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വഴി ഒന്നാകുന്നു. അനുതാപവും പാപത്തെക്കുറിച്ചുള്ള ബോധവും നമുക്ക് ആവശ്യമാണ്. വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തോടും പാപത്തോടുമുള്ള ഒരു മനുഷ്യൻ്റെ മനോഭാവം എന്താകുന്നുവെന്ന് ആ രണ്ട് വാക്യങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻപിൽ വിനയമുള്ളവരും ദൈവസന്നിധിയിൽ വിറയ്ക്കുന്നവരും. രണ്ട്, പാപത്തെ ദൈവം വെറുക്കുന്നത് പോലെ വെറുക്കുന്നവരും. അതുകൊണ്ടാണ് കരയുന്നത്. പാപത്തെ അതിൻ്റെ ആഴത്തിൽ അളവിൽ കാണുവാൻ, അതിനെ വെറുക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. അങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനുഷ്യരോടുള്ള ബന്ധത്തെക്കുറിച്ച് 3 പ്രത്യേക ഭാഗങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഒന്ന്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. 5-ാം വാക്യത്തിലാണത് വായിക്കുക. രണ്ടാമത്തേത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 7-ാം വാക്യം. 3, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. 9-ാം വാക്യം. ഈ 3 കാര്യങ്ങളും മനുഷ്യരോടുള്ള അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്നതാണ് ഓർമ്മിപ്പിക്കുക. ദൈവത്തിങ്കൽ നിന്ന് കരുണ പ്രാപിക്കുന്നവരെക്കുറിച്ചും ദൈവത്തിൻ്റെ പുത്രന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ചും ദൈവം വെച്ചിരിക്കുന്ന അവകാശങ്ങളൊക്കെയും അവകാശമാക്കുന്ന ദൈവമക്കളെക്കുറിച്ചുമാണ് ഇവിടെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി പ്രാപിക്കുന്നവർ 1. 2, ദൈവത്തിൻ്റെ പുത്രന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്നവർ. 3, ദൈവം നമുക്ക് വെച്ചിട്ടുള്ള അവകാശങ്ങൾ പ്രാപിക്കുന്നവർ. ദൈവരാജ്യത്തിന് ഒരു സ്വാധീനമുണ്ട്. അത് മറഞ്ഞിരിക്കുന്നതല്ല. മലമേൽ ഇരിക്കുന്ന പട്ടണം പോലെ, ഒളിച്ചു വയ്ക്കാത്ത വെളിച്ചം പോലെ, ഉപ്പ് പോലെ സ്വാധീനമുള്ളതാണ് ദൈവരാജ്യം. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ദൈവരാജ്യത്തിൽ നടക്കുന്ന ക്രിയകളെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ദൈവരാജ്യത്തിലുള്ള ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താലന്തുകളുടെ ഉപമ ഒഴിച്ചാൽ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നാം ആയിത്തീരേണ്ട ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി, ദൈവരാജ്യത്തിൻ്റെ ജീവിത ശൈലിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചത്. പുളിച്ച മാവ് പോലെ പുളിക്കുന്നവരായി, അതായത് കർത്താവ് പറഞ്ഞു 3 പറ മാവിൽ ഒരു സ്ത്രീ അതിനെ മറച്ചു വെച്ചപ്പോൾ ഈ മാവ് മുഴുവൻ പുളിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു കടുകുമണി വളർന്ന് വലുതായി ഒരു വൃക്ഷമായി തീരുന്നത് പോലെ ദൈവരാജ്യത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് 12 പേരിൽ ആരംഭിച്ച് പിന്നീട് വളർന്ന് ശക്തി പ്രാപിച്ച് ഭൂതലത്തിലൊക്കെയും ഇത് വ്യാപിച്ചത്. ഒരു വിധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സകല ഭാഷയിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും എന്നുള്ളത് ഏകദേശം 50 വർഷം മുൻപ് ഒരാൾ അത് എങ്ങനെ പറയുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ കിട്ടി എന്ന് വരില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം ഇത്ര ശക്തിയായിട്ട് നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ
2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞത് അത്ര അന്വർത്ഥമായിരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും അവൻ തൻ്റെ വ്രതന്മാരെ ചേർക്കുകയാണ്. കാരണം ദൈവരാജ്യത്തിന് ഒരു സ്വാധീനമുണ്ട്. അസാരം പുളിമാവ് പോലെ അത് പുളിപ്പിക്കുന്നതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ് ദൈവരാജ്യ പ്രജകളെക്കുറിച്ച് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇവർ യേശുവിനോട് കൂടെയുള്ളവർ എന്നതിന് സംശയമില്ല എന്ന് ജനം പറയുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായി, ഞങ്ങൾക്ക് ഇപ്പോൾ ഇവർ ചെയ്തത് നിഷേധിക്കാൻ കഴിയുന്നില്ല എന്ന് 4:16 വാക്യത്തിൽ അവർ പറഞ്ഞതായും നമ്മൾ വായിക്കുന്നു. മുടന്തർ എഴുന്നേറ്റ് അവരോടുകൂടെ നിൽക്കുമ്പോൾ പറഞ്ഞതാണ് നിഷേധിക്കാൻ കഴിയാത്ത ഈ ജീവിത സാക്ഷ്യം. അവരെ കണ്ടാൽ യേശുവിനോട് കൂടെ ഉള്ളവരെന്നും അവർ ചെയ്തത് കണ്ടാൽ തങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല എന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിലെ ദൈവസഭയ്ക്ക് അനിവാര്യമായിരിക്കുന്നത് പുതിയ സമ്പ്രദായം അല്ല. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ശൈലിയും കർത്താവിൻ്റെ നിലപാടും സ്വഭാവവും വ്യത്യാസവുമാണ് ആവശ്യം. ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുകയും അതിനുശേഷം ഭൂമിയെ പരിപാലിക്കാൻ അധികാരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ, കൃഷി ചെയ്യുവാൻ, അതിനെ പരിപാലിക്കാൻ ഒക്കെയാണ് മനുഷ്യനെ ദൈവമാക്കിയത്. ആദ്യം കർത്താവ് തൻ്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലായി തീരുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പടി. കർത്താവിനെ പോലെ ആയിത്തീരുക എന്നതാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നതിലും പ്രാധാന്യം അർഹിക്കുന്നത്. ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ അതിലൊക്കെ ഉപരിയായി യേശുവിൻ്റെ സ്വഭാവം നമ്മിൽ ഇല്ല എങ്കിൽ നാം അതിന് പുറകെ ചെയ്യുന്നതിനൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയുന്നത് എന്നതാണ് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതാണ് രണ്ടാമതായി 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. റോമ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ് കർത്താവ് ഇത് പഠിപ്പിച്ചത്. റോമാക്കാർക്ക് കരുണ എന്നത് വളരെ കുറവായിരുന്നു. അടിമകളെ ഉപകരണങ്ങൾ പോലെ കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. ഉപയോഗിക്കാൻ കൊള്ളാമെങ്കിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയും. നമ്മുടെ വീടുകളിൽ ഒരു കാലത്ത് നല്ലതായി ഇട്ടിരുന്ന, നമ്മൾ ഉപയോഗിച്ചിരുന്ന കസേരയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്തിടും. അതുപോലെ ആളുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ റോമാക്കാരുടെ ഇടയിലാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നത്. യഹൂദന്മാർ സഹോദരന്മാരോട് മാത്രമേ കരുണ കാണിക്കുകയുള്ളൂ. അപ്പോൾ സ്വന്തം സഹോദരനോട് മാത്രം കരുണ കാണിക്കുന്ന സമൂഹത്തിലാണ് കർത്താവ് പറഞ്ഞത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന്. നമ്മൾ കരുണ കാണിക്കുന്നവരായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ കരുണ ലഭിച്ചവർക്ക് മാത്രമേ കരുണ കാണിക്കാൻ പറ്റുകയുള്ളൂ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം. അപ്പോൾ ആ കരുണ അനുഭവിച്ചവർക്ക് മാത്രമേ കരുണ കാണിക്കുവാൻ ഒക്കുകയുള്ളൂ. വിലാപങ്ങൾ 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്ന് കാണുന്നു. നീതികെട്ടവൻ തൻ്റെ നീതികേടിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ, പാപി തൻ്റെ പാപ വഴിയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ
ദയ തോന്നി ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചത് കൊണ്ടാണ് കരുണ കാണിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കരുണ കാണിക്കണമെങ്കിൽ കരുണ ലഭിച്ചവർക്കേ ഒക്കുകയുള്ളൂ. മത്തായി 18:21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമ, 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനോട് യജമാനൻ ക്ഷമിച്ചു. എന്നാൽ ആ ക്ഷമ നൽകപ്പെട്ടുവെങ്കിലും അവൻ അത് അനുഭവിച്ചില്ല. കാരണം തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ടവനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ ഉപദ്രവിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം. കരുണ ജീവിതത്തിൻ്റെ പ്രായോഗികമാക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ എന്നത് അനുഭവമായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവരാജ്യം ഒരു തത്വശാസ്ത്രമല്ല, ഒരാശയമല്ല, അതൊരനുഭവമാണ്. അത് പ്രായോഗികമാകുമ്പോൾ ഈ ഭൂമി നമ്മളെക്കുറിച്ച് പറയും, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉള്ളവർ എന്ന്. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ് നാം. കർത്താവിൻ്റെ കരുണ പ്രാപിച്ചവർ ആ കരുണ മടക്കി നൽകാൻ, മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാൻ സാധിക്കണം. ഇന്നത്തെ പകൽക്കാലം കരുണയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. കരുണയോടെ ജീവിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തോട് കരുണ കാണിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കരുണ മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതചര്യകളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. പോക്കിലും വരവിലും, യാത്ര ചെയ്യുന്ന ഇടങ്ങളിലും, ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ തീരുമാനങ്ങളുടെയും ഒക്കെ ഒരു വർഷമാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. കരുണയുടെ വർഷം അവർക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.